എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ അറിയാതെ നടക്കുന്ന ചില നിശബ്ദ യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധങ്ങളെ എങ്ങനെ ജയിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡോക്ടർ ഉമർ സുലൈമാന്റെ ഒരു ഖുത്ബയെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു വിശകലനം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഒരുപക്ഷേ ഒരുപാട് ശബ്ദകോലാഹലങ്ങളും ആയുധങ്ങളുമൊക്കെയുള്ള ഒരു വലിയ പോർക്കളമായിരിക്കും അല്ലേ? എന്നാൽ നമ്മൾ നേരിടുന്ന എല്ലാ പോരാട്ടങ്ങളും അങ്ങനെ ശബ്ദമുള്ളവയാണോ? സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പോരാട്ടങ്ങൾ നടക്കുന്നത് അങ്ങനെയുള്ള വലിയ യുദ്ധക്കളത്തിലല്ല, മറിച്ച് നമ്മുടെ ഓരോ ദിവസത്തെയും വളരെ സാധാരണമായ നിമിഷങ്ങളിലാണ്. ഒരുപക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ശ്രദ്ധ പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ. അപ്പോ ഈ ഒരു വിഷയം നമ്മൾ 5 ഭാഗങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ അദൃശ്യനായ ശത്രുവിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നത് മുതൽ ആ ശത്രുവിന്റെ മുന്നിൽ നമ്മുടെ ശക്തി എങ്ങനെ വീണ്ടെടുക്കാം എന്നതുവരെ നമ്മൾ വിശദമായി സംസാരിക്കും. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഖുർആൻ നമ്മുടെ ആത്മീയ ശത്രുവായ ശൈത്താനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ തീർച്ചയായും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ മുന്നിൽ അവൻ എപ്പോഴും ദുർബലനായിരിക്കും. അതായത് ഈ ശത്രു ഒരിക്കലും നേർക്കുനേർ വന്ന് നമ്മളെ ആക്രമിക്കുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ പഴുതുകളിലൂടെ, ചെറിയ അശ്രദ്ധകളിലൂടെ നുഴഞ്ഞു കയറാനാണ് അവൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എങ്ങനെയാണ് ഈ ശത്രു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്? നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ലളിതമായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ വലിയ തെറ്റുകൾ ചെയ്യുമ്പോഴല്ല അവൻ വരുന്നത്, മറിച്ച് അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ അശ്രദ്ധരാവുന്നത്, ആ ഒരു അവസ്ഥയ്ക്കാണ് അറബിയിൽ ഗഫ്ല എന്ന് പറയുന്നത്. ആ ഒരു ഗ്യാപ്പിലാണ് അവൻ കയറിപ്പറ്റുന്നത്. ഇത് മനസ്സിലാക്കാൻ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് തന്നെ ധാരാളമാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കൂ: നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാഹുവിനെ ഓർത്താൽ മതി. ആ ഒരൊറ്റ ഓർമ്മ മതി ശൈത്താനെ നമ്മുടെ വാതിലിന് പുറത്തു നിർത്താൻ. ഈ ഒരു ചിത്രം അത് നമ്മുടെ മനസ്സിൽ പതിയുന്ന ഒന്നാണ്, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ അല്ലാഹുവിനെ മറക്കുമ്പോൾ ആ അദൃശ്യനായ ശത്രു നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷേ എപ്പോഴാണോ നമ്മൾ ബിസ്മില്ലാ എന്ന് പറയുന്നത്, അതായത് അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നത്, അപ്പോ തന്നെ അവൻ പരാജയപ്പെടുന്നു. ശരി, അപ്പൊ അവനെ എങ്ങനെ നേരിടാം? ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. നമ്മൾ തിരിച്ച് ശക്തി ഉപയോഗിക്കുകയല്ല വേണ്ടത്. അതിലും എത്രയോ മികച്ച ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നമസ്കരിക്കുമ്പോൾ അഷ്ഹദു എന്നു പറഞ്ഞ് അല്ലാഹുവിന്റെ ഏകത്വത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിരലുയർത്തുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, ആ ഒരു നിശബ്ദമായ പ്രവൃത്തിക്ക് ഷൈത്താന്റെ മേൽ ഇരുമ്പുകൊണ്ടടിക്കുന്നതിനേക്കാൾ ശക്തിയുണ്ടെന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് വിശ്വാസത്തിന്റെ പവർ. അതായത് വല്ലപ്പോഴും കാണിക്കുന്ന വലിയ ആവേശപ്രകടനങ്ങളല്ല കാര്യം, മറിച്ച് എല്ലാ ദിവസവും സ്ഥിരമായി ശാന്തമായി അല്ലാഹുവിനെ ഓർക്കുന്നതിലാണ് ശത്രു പരാജയപ്പെടുന്നത്. ആ സ്ഥിരത അവനെ തളർത്തും. ഇനി അടുത്ത പോയിന്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ശത്രുവിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നതിലാണ് യഥാർത്ഥത്തിൽ കളിയിരിക്കുന്നത്. നമ്മുടെ മനോഭാവം കൊണ്ട് തന്നെ അവനെ ചെറുതാക്കാൻ പറ്റൂ. പ്രവാചകന്റെ ഒരു ഉദാഹരണം നോക്കാം. വിചാരിക്കുക, നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പിഴവ് പറ്റി, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് ഇടറി ഒരു ചെറിയൊരു തടസ്സം വന്നു. ആ സമയത്ത് നമ്മൾ ഉടനെ പറയുകയാണ്, നാശം പിടിച്ച പിശാച്, അല്ലെങ്കിൽ അറബിയിൽ പറയുന്ന പോലെ തൈസ ഷൈത്താൻ. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ പറയുമ്പോ അവൻ വലുതാകും, അവന്റെ ഈഗോ കൂടും. അവൻ മനസ്സിൽ പറയും, അതെ, അത് ഞാൻ തന്നെയാ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളായിട്ട് അവനൊരു ക്രെഡിറ്റ് കൊടുക്കുകയാണ്. എന്നാൽ ഇതിന് പകരം നമ്മൾ ബിസ്മില്ല, അതായത് അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാലോ? അപ്പോ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവൻ ഒരു കൊതുകിന്റെ അത്രയും ചെറുതായി പോകും. കണ്ടില്ലേ ആ വ്യത്യാസം? നമ്മുടെ ഫോക്കസ് അല്ലാഹുവിലേക്ക് മാറ്റുമ്പോൾ ശത്രു ഒന്നുമല്ലാതായിത്തീരുന്നു. ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവിലേക്കാണ്. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മനോഭാവമായി കൊണ്ടു നടക്കാം എന്നതാണ് ചോദ്യം. നമ്മൾ എപ്പോഴും ഒരു ഇരയുടെ റോളിൽ നിൽക്കാൻ പാടില്ല.
അവൻ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, ഷെയ്ത്താനാണ് എന്നെക്കൊണ്ടിത് ചെയ്യിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കളെ കുറ്റപ്പെടുത്തിയിരുന്നാൽ നമ്മുടെ സ്വന്തം വളർച്ച അവിടെ നിൽക്കും. നമുക്ക് വേണ്ടത് ഇച്ഛാശക്തിയാണ്. അപ്പോ വിജയത്തിലേക്കുള്ള വഴി വളരെ വ്യക്തമാണ്. ഒന്നാമതായി, ശത്രുവിനെ ഒരു ഭീകരനായി കാണുന്നത് നിർത്തുക. അവൻ ദുർബലനാണ്. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുക. നമ്മൾ ഇരകളല്ല. ശരിയായ പാതയിൽ ഉറച്ചുനിന്ന് വിജയിച്ചു കാണിച്ചു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ബിസ്മില്ല പറഞ്ഞു തുടങ്ങുക. നമ്മുടെ ഉള്ളിലെ കുറവുകൾക്ക് പുറത്തുള്ള ശക്തികളെ പഴിചാരാതിരിക്കുക. അപ്പോ ഇന്ന് നിങ്ങൾ ഏത് നിശബ്ദ യുദ്ധത്തിലാണ് വിജയിക്കാൻ പോകുന്നത്? ഈ ചെറിയ, സ്ഥിരമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി. ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം നമുക്ക് ജയിക്കാം. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.